ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു എത്തിക്സ് ഇല്ലാത്ത, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത, കൂടെ നിൽക്കുന്നവനെ ചതിക്കാൻ ഒരു മടിയില്ലാത്ത, എന്ത് കാര്യത്തിലും കള്ളത്തരം മാത്രം ചെയ്യുന്ന, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതൊരുത്തിനെയും തള്ളിപ്പറയുന്ന ദുഷ്ടനും. ഇനി എന്താണ് ഞാൻ ജിൻഡോയെ കുറിച്ച് പറയേണ്ടത്? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. എന്റെ അഭിപ്രായങ്ങളോട്, എന്റെ നിലപാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഒരു സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്സും കമന്റ്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ജാസ്മിൻ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയില്ലേ? ഇനി നമുക്ക് ശരിക്കുള്ള അംഗമെട്ടിലേക്ക് കിടക്കാം. ഈ കൂതറ, അതായത് ഞാൻ ഉദ്ദേശിച്ച ജാസ്മിൻ തന്നെയാണ്, നിങ്ങൾ ആരും പഠിക്കണ്ട. പക്ഷെ കൂതറ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കൂതറകൾക്ക് പോലും നാണക്കേടാ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തെന്ന് പേരിടാ? അലവലാതി. അലവലാതി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിലും താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഇവളെയൊക്കെ ശരിക്കുള്ള പേര് നമുക്ക് അങ്ങനെ വിളിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് അവളുടെ ലെവലിലേക്ക് താഴാൻ പറ്റത്തില്ലല്ലോ. ഈവൻ നമുക്കത് പറയേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാക്കുകളൊക്കെ കുറച്ച് നിയന്ത്രിച്ച് പറയാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇവളുടെ വിചാരം ഇവൾ ആരെന്നാണ്? ഇവളാര്? ബിഗ് ബോസിലെ ഗുണ്ടയോ? ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ നമുക്കറിയാം, ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കാം. അത് അതിരുവിടുമ്പോൾ, ഒരു സമൂഹത്തിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അതിനൊരു ലീഗൽ വശം, അതായത് അതിനൊരു നിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. ഇന്നലെ വൈകുന്നേരം ഉറങ്ങിക്കെടുക്കുന്ന മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് തല്ലാൻ ഈ മോൾക്ക്, നിങ്ങൾ പൂരിപ്പിച്ചിട്ട് മക്കളെ, ഈ മോൾക്ക് അനുവാദം കൊടുത്തത് ഈ ബിഗ് ബോസ് ഹൗസിലെ ഏത് കൊമ്പത്തിരിക്കുന്ന രാജാവാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് അറിയണം. എന്തിന്റെ പേരിലാണെങ്കിലും നമുക്കറിയാം, ഇത് കഴിഞ്ഞ വഴി ബിഗ് ബോസിലെ എല്ലാ വാഴകളും, ഇൻക്ലൂഡിങ് ഒരു കാട്ടുതീയായ ഒരു വാഴ, ഒരു ഉണങ്ങിയ, ഞാൻ അവനെ കുറിച്ചുള്ള വീഡിയോ പറഞ്ഞേ ഉള്ളൂ, അവൻ പോലും തള്ളി പറഞ്ഞു. നിങ്ങൾക്കറിയാം ഈ വാഴ കേട്ടോ. അയ്യോ, അവന്റെ വീഡിയോ നമ്മൾ പിന്നെ അറിയാം. അവനായിട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കും നമുക്ക്. അപ്പം ഇവൾക്കാര അനുവാദം കൊടുത്തത്? കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവളിനി എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സത്യത്തിലെ സംസാരിക്കുന്നത് പോലുമില്ല, ചലയ്ക്കുന്നത് മൊത്തം ഈ മോളാണ്. ഇവള്, അതായത് നമ്മുടെ പുന്നാര മുല്ലപ്പൂ മോള്, ഇവള് എന്തിന്റെ പേരിലാണ് ഉറങ്ങിക്കെടുക്കുന്ന ഒരു മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രൊവോക്ക് ചെയ്ത് ബിഗ് ബോസ് ഹൗസ് മുഴുവൻ ഒരു രാത്രി കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി, അതിനുശേഷം ഒരു മനുഷ്യനെ മറ്റെല്ലാ കണ്ടസ്റ്റൻസും, നിങ്ങൾക്കറിയാം മിക്ക കണ്ടസ്റ്റൻസും അവിടെ ഉണ്ടായിരുന്നു, കണ്ടസ്റ്റൻസ് എന്നൊന്നും വിളിക്കണ്ട, ഒരു നിലപാടില്ലാത്ത ഇവരെയൊക്കെ നമ്മൾ മരവാഴകളോട് മാത്രമേ ഉപമിക്കുള്ളൂ. ബിഗ് ബോസ് ഹൗസിലെ അപ്പോൾ അവിടെ പ്രസന്റ് ആയിരുന്ന എല്ലാ മരവാഴകളുടെ മുമ്പിൽ വെച്ച് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ചെറുതോ വലുതോ, അല്ലെങ്കിൽ അയാൾക്ക് ഇഞ്ചുറി ഉണ്ടായോ, എല്ലൊടിഞ്ഞോ പല്ലൊടിഞ്ഞോ പല്ലു പോയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തിന്? ജാസ്മിൻ തല്ലി. ജാസ്മിൻ തള്ളല്ല ചെയ്ത്, തല്ലിയത് എന്തിന്? ഇറ്റ്സ് എ ഫിസിക്കൽ അസോൾട്ട്. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു കാര്യം ബിഗ് ബോസിൽ നടന്നിട്ട് ബിഗ് ബോസ് അണ്ണൻ എന്താ വിചാരിച്ചേ? ജിൻഡോയെ തല്ലിയ ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാം, മരവാഴകളുടെ പ്രസിഡന്റോ രാജാവോ ആരാന്ന് വെച്ചാ എനിക്ക് പ്രശ്നമില്ല കേട്ടോ, എന്ത് വിളിച്ചാലും ചേരും എന്തായാലും നമ്മുടെ ബിഗ് ബോസ് അണ്ണന്. അല്ല, ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് നന്നായി സ്വന്തം ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെയുള്ള, അതായത് ജാസ്മിനെ പോലെയുള്ള പാഷാണത്തിൽ കൃമികള്, അല്ലെങ്കിൽ പറയാം ഒരു നട്ട് പോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും കുറച്ച് ചെയ്തിട്ടുണ്ടെന്ന്, ഇത് അതൊന്നല്ല, നല്ല ഞരമ്പിന്റെ അസുഖവും, പിന്നെ ഞാൻ എന്താ പറഞ്ഞില്ലേ, നാറിയ ബന്ധങ്ങൾ മാത്രമേ ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്തുള്ളൂ, ആ വക കേസ് കെട്ടുകള്, തീട്ട കേസ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ, ഇങ്ങനെയുള്ള കേസ് കെട്ടുകള് എട്ടയിൽ വന്നു നിന്ന് ഇതുപോലെ, ഇത് എട്ടയിൽ വന്നു നിന്ന് നടത്തിയൊരു പരിപാടിയല്ല, അങ്ങനെ വേണ്ട, അതൊക്കെ വിട്. ഈ സംഭവിച്ച കാര്യം ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ചിൻഡ പോയി ജാസ്മിൻ ഒന്ന് തോണ്ടി, അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി, ഇപ്പൊ അവിടെ എന്താ ചെയ്യണേ? ബിഗ് ബോസ് തന്നെ പോയിട്ട് ആ ബിഗ് ഹൗസിന് തീയിട്ടേനെ. അത്രയ്ക്കും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കും. അതിനൊരു 16,000 പ്രൊമോ ഇട്ട് പൊലിപ്പിച്ച് നമ്മളെയൊക്കെ കളിയാക്കി ചെയ്തനെ. പക്ഷെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയ്ക്കും മോശമായി ഇത്രമാത്രം ആളുകളുടെ മുന്നിൽ, ആ ബിഗ് ബോസ് ഹൗസിലെ 10, 16, 20 വാഴകൾ മാത്രമല്ല, പുറത്ത് ഈ കാണാവുന്ന ജനസമൂഹം മൊത്തമുണ്ട്. ഇത്രമാത്രം ആളുകള്, ഈ വൃത്തികെട്ട പരിപാടിയാണെങ്കിൽ പോലും ആളുകളിൽ പബ്ലിക്കായി കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത്രമാത്രം ആളുകളുടെ മുമ്പിൽ വെച്ച് ആ മനുഷ്യനെ തല്ലിയിട്ട് താനൊക്കെ മിണ്ടാതിരിക്കുന്നത് തന്റെ വായിൽ പിണ്ണാക്കോ അല്ലെങ്കിൽ വല്ല പഴം പുഴുങ്ങി വെച്ചിരിക്കുവാണോ?
ഞാൻ ചോദിച്ചുവാണ്. ഇനിയിപ്പോ ഇന്നൊരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു നാടകം അരങ്ങേറാൻ പോകുന്നുണ്ട്. അതിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് ഒരുവിധം എല്ലാ പ്രേക്ഷകരും മനസ്സിൽ കാണുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അവരുടെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു മാജിക്കും നടക്കാൻ പോകുന്നില്ല. ജിൻഡോയെ വലിച്ചു കീറി മാക്സിമം നാണം കെടുത്തി ജിൻഡോ ചെയ്തത് മാത്രമേ അവിടെ എന്തുകൊണ്ടാണെന്നല്ല ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇവളൊന്നും അവിടെ കിടന്ന് തുള്ളുന്ന തുള്ളു കാണാൻ അവിടെ ഒരു മനുഷ്യനുണ്ടാവില്ല. ഇനിയും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിൽ കുറെ എഴുതി ഉണ്ടാക്കി വെക്കും. ജാസ്മിനെയും ഗബ്രീനെയൊക്കെ പൊക്കിപ്പിടിച്ച് ജിൻഡോനെ മാക്സിമം അടിച്ചു താഴ്ത്തി. കഴിഞ്ഞ ആഴ്ച സിബിനാണെങ്കിൽ ഈ ആഴ്ച ജിൻഡോ എന്ന് പറയുന്ന സ്ഥിതി വന്നില്ലെങ്കിൽ ഭാഗ്യം. ഇനിയും കഴിഞ്ഞ ആഴ്ച ആവശ്യത്തിൽ കൂടുതൽ വീഡിയോസ് ലാലേട്ടനെതിരെ വന്ന കാരണം, ബിഗ് ബോസിനെതിരെ വന്ന കാരണം ഓഫ് കോഴ്സ് ഇന്ന് ചിലപ്പോൾ കാര്യങ്ങൾ മാറ്റിപ്പിടിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പോലും ആരും അതിശയപ്പെടേണ്ട. അത് വൈകാതെ തന്നെ തിരിച്ച് ജിൻഡോക്ക് ഇട്ടുകൊടുക്കും. ജിൻഡോ ആണ് കപ്പടിക്കാൻ ഏറ്റവും യോഗ്യനായ അറ്റ് പ്രസന്റിലുള്ള കണ്ടസ്റ്റന്റ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, അതൊരിക്കലും സംഭവിക്കില്ല. ജിൻഡോയെ അവിടെ നിർത്തി മാക്സിമം TRP കൂട്ടി കണ്ടന്റ് ഉണ്ടാക്കി ആ മനുഷ്യനെ അവർ പുറത്താക്കും. അതിലൊരു സംശയം വിചാരിക്കേണ്ട. അതാണ് ബിഗ് ബോസ്, അതാണ് ബിഗ് ബോസ്. ഇത് ജനങ്ങളുടെ വോട്ടിങ്ങിലൂടെയല്ല തെരഞ്ഞെടുക്കുന്നത്. ബിഗ് ബോസിന് എന്ത് തോന്നുന്നോ, ആർക്ക് കപ്പ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നോ അവർക്ക് കപ്പ് കിട്ടും. അതിന് നമ്മൾ ആരും വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതൊരു പട്ടി ഷോയാണ്, ഒരു തൊലിഞ്ഞ ഷോയാണ്, അളിഞ്ഞ ഷോയാണ്. വീണ്ടും വീണ്ടും നമുക്കത് എടുത്തു പറയാം. ഇതിലൊന്നും നമ്മളൊന്നും വിഷമിക്കേ വേണ്ട. ജിൻഡോ ഇന്ന് വളരെ വിഷമിച്ച് ആ ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ജിൻഡോ നല്ല ബുദ്ധിമാനായ ഗെയിമറാണ്. ജിൻഡോനെ ഇതിൽ വലത്തു പറഞ്ഞാലും ഇവർക്കൊന്നും തകർക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിലെ 2 അലോലാദികള് വട്ടം കൂടിയിരുന്ന്, അതിലിപ്പോ ആരാണ് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും രണ്ടൊരു ഈക്വലാണ് കൂടി കുത്തിയിരുന്ന് ജിൻഡോനെ കുറിച്ച് പറഞ്ഞ കുറെ ആരോപണങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നോ? അതായത് ജിൻഡോയ്ക്ക് അതില്ല, ജിൻഡോയ്ക്ക് ഇതില്ല, എന്ത് പറഞ്ഞാലും ജിൻഡോ ഇല്ലാതെ ഇവർക്ക് ഒരു കണ്ടന്റ് ഇല്ല. അതാണ് ജിൻഡോയുടെ കഴിവ്. എവിടെ തിരിഞ്ഞാലും ഒരു ജിൻഡോമയം. നിങ്ങളല്ല ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസിലെ ബാക്കി എല്ലാതും കൂടിയിരുന്ന് പറഞ്ഞാലും ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിയെ തകർക്കണമെങ്കിൽ ജിൻഡോ തന്നെ വിചാരിക്കണം. കാരണം കുറെ ആയില്ലേ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 19 ദിവസമായി. എത്ര മണക്കുണാഞ്ചന്മാരൊക്കെ കൂടി വട്ടം കൂടിയിരുന്ന് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു നോക്കി. ജിൻഡോക്ക് ഒരനക്കുണ്ടോ മക്കളെ? അതാണ് മക്കളെ ജിൻഡോ. അപ്പൊ നിങ്ങളൊക്കെ ജിൻഡോനെ ഇനിയും കുറെ പഠിക്കാനും ജിൻഡോയിൽ നിന്ന് പഠിക്കാനും ഉണ്ട്. എങ്ങനെയാണ് ഒരു ഗെയിമിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് അതിൽ വിന്നറാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കൊടുക്കില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അയാൾക്കാണ് കിട്ടാൻ ഏറ്റവും യോഗ്യത അറ്റ് പ്രസന്റില്. പക്ഷെ അത് കിട്ടോ കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അത് ബിഗ് ബോസ് എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചേ നടക്കുള്ളൂ. അതൊന്നും നമ്മളെ പ്രേക്ഷകരുടെ കയ്യിലല്ല. സോ നമ്മളിപ്പോൾ എന്തുമാത്രം വോട്ട് ചെയ്താലും നമ്മൾ ആ കാശ് കൊടുത്ത് ചെയ്യുന്ന വോട്ടിന് ഒരു വില ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിപ്പോൾ അതിനെക്കുറിച്ചൊരു കുപ്രചരണം നടത്തുന്നൊന്നല്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്കറിയാം കുറെ വീഡിയോകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ജിൻഡോനെ അടിച്ചതിൽ പ്രതിഷേധിച്ചിട്ട്. അതിന്റെ പേരില് ഇനി ലാലേട്ടൻ വന്ന് വേറൊരു ഡ്രാമ ഇറക്കി. ജിൻഡോനെ നിനക്കതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ, കംപ്ലൈന്റ് ഉണ്ടോ? ആ വക ഉടായ്പൊന്നും ഒരാൾക്കും ഇപ്പൊ റോക്കിയുടെയും സിജോയുടെ കാര്യത്തിലാണെങ്കിലും സിജോയ്ക്ക് കംപ്ലൈന്റ് ഉണ്ടോ, കംപ്ലൈന്റ് ഇല്ലേ, ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പല ആളുകളെയും തൊട്ടതിന്റെ പേരിൽ വരെ പുറത്താക്കിയ സീസണുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആകെ ഉഡായ്പ പ്രസ്ഥാനങ്ങളൊന്നും ഇറക്കിക്കൊണ്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് വരണ്ട. ഒന്നെങ്കിൽ പറയാ ഈ മോളെ നമ്മുടെ മുല്ലപ്പൂവില്ലേ അവളെ ഇറക്കി വിടില്ല, നമ്മൾ അവളെ ലാസ്റ്റ് വരെ കൊണ്ടുപോകും. കാരണം അവള് പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ TRP നമ്മുടെ ഞാൻ പറയാനുള്ള പരിപാടി, ആ പരിപാടി അടുത്ത് അവിടെ ആളില്ല. തുറന്നു പറയാനുള്ള തന്റെ ഇടെങ്കിലും ബിഗ് ബോസ് കാണിക്കണം. അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഇത് ഇട്ടേച്ചു പോകുന്നേ. എന്തിനാണ് മറ്റുള്ളവരെ, ഈ നാട്ടുകാരെ, ബാക്കി കണ്ടസ്റ്റൻസിനെ ഒക്കെ കളിയാക്കിക്കൊണ്ട് ഇതുപോലത്തെ ഒരു ഷോ നിങ്ങൾ നടത്തുന്നത്? ബോസിന്റെ ചരിത്രം, അതായത് നമ്മുടെ മലയാള ബിഗ് ബോസിന്റെ ചരിത്രം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അന്യായത്തിന്റെ കൂടെ നിൽക്കുന്നതാ. ഒരിക്കലും ഒരു വ്യക്തി ന്യായമായ ഒരു കാര്യം ചെയ്താൽ അത് കാണാനുള്ള കണ്ണ് ഉണ്ടാകില്ല. നിങ്ങളൊന്ന് നോക്കിക്കോ, ഒരു 2-3 പേജ് സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ജിൻഡോനെ പൊരിക്കാനുള്ളത്. മേ ബി ഈ ആഴ്ച പൊരിക്കില്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുക. കാരണം ജിൻഡോനെ ഒന്ന് സൈഡാക്കി ജിൻഡോനെ അധികം ഉപദ്രവിക്കാതെ ഈ പരിപാടി അവർ ഇന്നത്തെ അവസാനിപ്പിക്കും. അതൊക്കെയാണ് നടക്കാൻ പോണ സ്ക്രിപ്റ്റ്. ഇവന്മാരെയൊക്കെയാണ് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഉഡായിപ്പ് ടീം എന്ന് പറഞ്ഞാൽ ഉഡായിപ്പ് ടീം. അതിൽ ഒരു സംശയം വേണ്ട.
പിന്നെ ഞാൻ എന്താണ് ഈ ഉഡായിപ്പ് ഷോ റിവ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ അല്ലേ സോറി, ഈ ഉഡായിപ്പ് ഷോനെ കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ പറയേണ്ട മക്കളെ 4 വാക്ക് പറഞ്ഞാൽ ഇതിങ്ങനെ കാണുമ്പേ അപ്പൊ ചേച്ചിക്ക് കാണാണ്ടിരുന്നാ പോരല്ലേ, ഇത് കാണണം, ഇതൊക്കെ കണ്ട് 4 വർത്താനം പറഞ്ഞാലേ നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ വീണ്ടും പറയുന്നു, കണ്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. തെറിയും തേപ്പ് അതൊക്കെ പറയണവര് അതൊക്കെ അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കമന്റുകളൊക്കെ ഇടാം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി വരും. കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ, സബ് അടിക്കാത്തവര് എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ.